അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിജ്റയുടെ ചരിത്രം പാഠം 4-ാം ഭാഗത്തിൽ നമ്മൾ 3-ാമത്തെ ഭാഗത്തിൽ പറഞ്ഞു വെച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി മദീനയിലെ മുസ്ലിമീങ്ങൾ ഹജ്ജ് വേളയിൽ വന്നുകൊണ്ട് നടത്തിയ രഹസ്യമായ കരാറിനെ കുറിച്ചാണ്. നബിയും അനുയായികളും മക്കയിൽ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് മതകീയ ജീവിതം നയിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന നബിയും അനുയായികളും മദീനയിലേക്ക് വരികയാണെങ്കിൽ സംരക്ഷിക്കാൻ ജീവൻ നൽകി സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കും പോലെ സംരക്ഷിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള 2-ാം സംഘത്തിൻ്റെ കരാർ, അൽ-അഖബത്തു സാനിയ, ആ കരാർ കഴിഞ്ഞ് അവർ മടങ്ങുകയാണ്. ഇതോടൊപ്പം മക്കയിൽ വാർത്ത പരക്കുകയാണ്, മുസ്ലിമീങ്ങൾക്ക് മദീനയിലേക്ക് രക്ഷപ്പെടാനുള്ള ഒരു പ്ലാൻ തയ്യാറായിട്ടുണ്ട്, ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള വിവരം മക്കയിലെ ഖുറൈശികൾ തിരിച്ചറിയുകയാണ്. ഇവരെ ഇങ്ങനെ നാടുവിടാൻ അനുവദിച്ചാൽ ഒരു സഖ്യമായി അവർ രൂപപ്പെടുകയും അവസാനം മക്കക്കെതിരെ ആക്രമണം നടത്തുകയും ചെയ്യുമെന്ന ഒരു തിരിച്ചറിവ് അവർക്കുണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള പീഡനങ്ങളും ആക്രമണങ്ങളും സർവാധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പൊന്നുമില്ലാത്ത വിധം കാണുന്ന മുസ്ലിമീങ്ങളെ ചീത്ത പറയുകയും അടിക്കുകയും തൊഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. വല്ലാത്ത പ്രയാസത്തിലാക്കി. എങ്ങനെയെങ്കിലും മതത്തിൽ നിന്ന് പിന്മാറുക, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന ആളുകളെ തടയാൻ വേണ്ടി ഖുറൈശികൾ കാവലിലേർപ്പെടുത്തി. ഖുറൈശികളുടെ ആക്രമണം വർദ്ധിച്ചപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരാതി പറഞ്ഞു. നബിയെ, വല്ലാതെ കൂടിയിട്ടുണ്ട്. എത്രയോ വർഷങ്ങളായി, 13 വർഷമായി മക്കയിൽ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങൾ നിരന്തരമായി കുടുംബത്തിൽ നിന്നും സ്വന്തം നാട്ടിൽ നിന്നും ബഹിഷ്കരണവും ആക്രമണവും സഹിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങൾ പൊറുതിമുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചിട്ട് പറഞ്ഞു, നബിയെ, വല്ലാതെ കൂടിയിട്ടുണ്ട് അക്രമം. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു പ്രഖ്യാപനം ചരിത്ര വിജയത്തിൻ്റെ ഒരു താക്കോൽ വാക്കായിരുന്നു. നബി തങ്ങൾ പറഞ്ഞു, ഖദ് ഉഖ്ബിറുതു ബിദാരി ഹിജ്റതികും വഹിയ യസ്രിബ് ഫമൻ അറാദൽ ഖുറൂജ് ഫല്യഖ്റുജ് ഇലൈഹ. നിങ്ങൾ പലായനം ചെയ്യേണ്ട രാജ്യത്തെക്കുറിച്ചുള്ള സന്ദേശം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. യസ്രിബ്, മദീനയാണത്. അതുകൊണ്ട് ആരെങ്കിലും അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർക്ക് അങ്ങോട്ട് പോകാവുന്നതാണ്. ഈ ഒരു വാർത്തയുടെ പേരിൽ അവർക്കുണ്ടായ സന്തോഷത്തിന് പരിധിയില്ലായിരുന്നു. അതിനു മുമ്പേ ഹിജ്റ പോകാനും അവിടെ സംരക്ഷണം ഒരുക്കാനുമുള്ള ഒരു സാഹചര്യം മദീനയിൽ ഒരുങ്ങിയിട്ടുണ്ടല്ലോ, 1-2 കരാറോടുകൂടെ. അവർ പരസ്പരം വസിയ്യത്ത് ചെയ്തും രഹസ്യമായി, സ്വന്തം ഭാര്യമാർ പോലും അറിയാൻ പാടില്ലല്ലോ, സ്വന്തം മക്കൾ പോലും അറിയാൻ പാടില്ല, ആ വിധത്തിൽ വളരെ രഹസ്യമായി മുസ്ലിമീങ്ങൾ ഒറ്റക്കും കൂട്ടമായിട്ടും മക്കയിൽ നിന്ന് ഒളിച്ചോടാൻ തയ്യാറെടുക്കുകയാണ്. ആദ്യമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് രക്ഷപ്പെട്ട സ്വഹാബി വര്യൻ ബഹുമാന്യനായ അബൂ സലമത്ത് ബിൻ അബ്ദുൽ അസദ് എന്ന് പറയുന്ന സ്വഹാബി വര്യനാണ്. ശേഷം ആമിർ ബിൻ റബിയയും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും മദീനയിലേക്ക് പോയി. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ മദീനയിലെത്തിയ ആദ്യത്തെ വനിത ഏതാണ് എന്ന് ചോദിച്ചാൽ അവ്വലു ലഈനത്തിൻ ഖദിമത്തിൽ മദീന, ആമിർ ബിൻ റബിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാണ്.
ഓരോ സൗഭാഗ്യങ്ങളാണല്ലോ ഓരോരുത്തർക്ക്. മദീനയിലെത്തിയ മുഴുവൻ സ്വഹാബികളെയും മദീന ഒന്നടങ്കം മനസ്സ് നിറഞ്ഞ് സ്നേഹിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്തു. പരസ്യമായി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് വാഹനപ്പുറത്തേറി പോകാൻ ഒരാൾക്ക് പോലും ധൈര്യമുണ്ടായിരുന്നില്ല. ധൈര്യത്തിൻ്റെ പ്രതീകമായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒഴികെ എല്ലാവരും രാത്രിക്ക് രാത്രി ഒന്നും കയ്യിൽ കരുതാൻ പറ്റില്ലല്ലോ, എങ്ങനെയെങ്കിലും മദീനയിലെത്തുക. നേരം പുലരുമ്പോൾ മക്ക വിട്ടിട്ടുണ്ട് എന്ന വാർത്ത അറിയുമ്പോഴേക്ക് ഖുറൈശികൾ ഏർപ്പെടുത്തിയ ഭടന്മാർ അവരെ പിന്തുടരും. അപ്പോഴേക്കും മക്കയുടെ അതിർത്തി കടന്ന് രഹസ്യ വഴികളിലൂടെ എങ്ങനെയെങ്കിലുമൊക്കെ ഒളിഞ്ഞു കടക്കേണ്ടതുണ്ട്. നേരം വെളുക്കുമ്പോൾ തിരിയല്ലോ, വാഹനം കാണില്ല, ആളെ കാണില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. അവരുടെ ഏക്കർ കണക്കിന് ഭൂമിയും മക്കയിലെ മുഴുവൻ സമ്പാദ്യങ്ങളും നാണയത്തുട്ടുകൾ ഒഴികെ അവരുടെ ഭാര്യമാരെയും മക്കളെയും കുടുംബങ്ങളെയും അയൽവാസികളെയും തൻ്റെ സുഹൃത്തുക്കളെയും ആരെയും അറിയിക്കാതെ, ആരോടും യാത്ര പറയാതെ അതീവ രഹസ്യമായി മക്കയിലേക്ക് കടന്നു കളയുന്ന വല്ലാത്തൊരു സങ്കടകരമായ അവസ്ഥയായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളുടേത്. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ധീരനാണ്. അദ്ദേഹത്തിൻ്റെ യാത്രയെക്കുറിച്ച്, ബഹുമാനപ്പെട്ടവരുടെ യാത്രയെക്കുറിച്ച് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ ഹിജ്റ പോകാൻ വിചാരിച്ചപ്പോൾ തൻ്റെ മൂർച്ചയേറിയ വാള്, ആ വാള് കയ്യിൽ ഉയർത്തിപ്പിടിച്ചു. അമ്പും വില്ലും കയ്യിലെടുത്തു. വാള് ഉറയിലിട്ടു, അരയിൽ തിരുകി, അമ്പ് കയ്യിൽ പിടിച്ചു, അമ്പും വില്ലും കൊളുത്തി. മാത്രമല്ല വീണ്ടും കുറേ അമ്പുകളൊക്കെ സൂക്ഷിച്ചു. അതുപോലെ അറബികളുടെ ഒരു കുലീനതയുടെയും അഭിമാനത്തിൻ്റെയും ഒരു വടി, ഒരു വളഞ്ഞ വടി, ആ വടിയൊക്കെ തൻ്റെ ഊരയിൽ തൂക്കി കാബയുടെ ഭാഗത്തേക്ക് പോവുകയാണ്. ആ നേരം ഖുറൈശി പ്രമുഖർ കാബയുടെ മുറ്റത്ത് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വളരെ പരസ്യമായി പരിശുദ്ധമായ കഅബ 7 പ്രാവശ്യം വളരെ ധൈര്യത്തോടുകൂടെ സമാധാനപരമായി തവാഫ് ചെയ്തു. മഖാമു ഇബ്രാഹിമിൽ ചെന്നു 2 റക്അത്ത് നിസ്കരിച്ചു. എല്ലാം ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന ഖുറൈശി പ്രമുഖരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഷാഹത്തിൽ വജൂഹ്, കെട്ട മുഖങ്ങൾ, ഈ മുഖങ്ങളൊക്കെ കെട്ടുപോകട്ടെ. ലാ യർഹമുല്ലാഹു ഇല്ലാ ഹാദിഹിൽ മആതിസ്, ഈ മൂക്കുകളെയൊക്കെ അള്ളാഹു നശിപ്പിച്ചേ പറ്റൂ. അതുകൊണ്ട് കയ്യിൽ വാളും കുന്തവും അമ്പും വടിയുമൊക്കെ സർവായുധഭൂഷിതനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വാക്ക് കൂടെ പറഞ്ഞു. ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി വെക്കേണ്ട ഒരു വാക്ക്. മുഖങ്ങളൊക്കെ കെട്ടുപോയിരിക്കുന്നു, ഈ മൂക്കുകളൊക്കെ തകർക്കപ്പെടേണ്ടതാണ്. അള്ളാഹു അത് തകർത്തിരിക്കും. ആർക്കെങ്കിലും ഉമ്മാക്ക് മക്കളെ നഷ്ടപ്പെടാൻ നിർദ്ദേശമുണ്ടെങ്കിൽ, മക്കളെ യതീമുകളാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഭാര്യമാരെ വിധവകളാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോട്ടെ, എൻ്റെ അടുത്തേക്ക് വന്നോട്ടെ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് മൻ അറാദ അൻ യുസ്കില ഉമ്മഹു ഔ യുത്തിമ ഉൽദഹു ഔ തുർമില സൗജതഹു ഫല്യൽഖിനി, ഇങ്ങോട്ട് വന്നോട്ടെ, ഈ ഹറമിൽ നിന്ന് പുറത്ത് കടന്നിട്ട് ആ ചെരുവിലേക്ക് വന്നോട്ടെ എന്ന് പറഞ്ഞു. ഒരാൾ പോലും നോക്കി നിൽക്കുക എന്നല്ലാതെ
അദ്ദേഹത്തോട് സംസാരിക്കാനോ നേരിടാനോ തയ്യാറായി വന്നില്ല. ഒരു രാജ്യത്തിനെതിരെ ഒറ്റക്ക് ഒരാൾ യുദ്ധം നയിക്കുന്ന പ്രതീതിയായിരുന്നു അവിടെ. ആരും വരുന്നില്ലെന്ന് കണ്ടപ്പോൾ കുറച്ചു നേരം അവിടെ കാത്തിരുന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്കുള്ള വഴിയിലൂടെ നടക്കുകയാണ്. കൂടെ മദീനയിലെ പാവങ്ങളിൽ പാവങ്ങളായ മുസ്ലിമീങ്ങളായ കുറച്ചാളുകൾ ബഹുമാനപ്പെട്ടവരുടെ പിന്നാലെ വന്നപ്പോൾ അവർക്കൊരു സങ്കടം ഉണ്ടാവുമല്ലോ. ഈ ഇസ്ലാമിൻ്റെ ധൈര്യവാന്മാരും ചുണക്കുട്ടികളുമായ ആളുകൾ മക്കയിൽ നിന്ന് പോയാൽ ഒന്നിനും കഴിയാത്ത സാധുക്കളായ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അവരങ്ങനെ ഒറ്റക്ക് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. ഇങ്ങനെ എല്ലാവരും ഹിജ്റ പോയി. ഇനി മക്കയിൽ ബാക്കിയുള്ളത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അതല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ മക്കയിലെ ജയിലിൽ അടക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെടുന്നവർ, അല്ലെങ്കിൽ നടക്കാനും യാത്ര ചെയ്യാനും കഴിയാത്ത രോഗികൾ, ദുർബല വിഭാഗങ്ങൾ, ഇവരൊഴികെ ബാക്കി മുഴുവൻ മുസ്ലിമീങ്ങളും മദീനയിലെത്തിച്ചേർന്നിരിക്കുകയാണ്. മക്കയിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവസാനിച്ച് മദീനയിലെ സമൃദ്ധിയും സ്നേഹവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പോകേണ്ടവർ ഇവർ മാത്രമാണ്. ഇവർക്ക് പോകാനുള്ള അനുവാദം അള്ളാഹു നൽകിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് സമ്മതം നൽകിയിട്ടുമില്ല. അതിനു വേണ്ടിയുള്ള ഒരു നല്ല സമയം സംജാതമാകുന്നതിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. ശിക്ഷയുടെയും പ്രയാസത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും നിന്ദ്യതയുടെയും കാലം കഴിഞ്ഞ് വീടും നാടും സ്വത്തും തൻ്റെ ജീവിത സമ്പാദ്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് മദീനയിലെത്തിയ സ്വഹാബികൾ തങ്ങളുടെ പ്രിയ നേതാക്കളെ കാത്തിരിക്കുകയാണ് മദീനയിൽ. പക്ഷേ മദീനയിൽ അവരെത്തി. അവർക്ക് വീടും കൂടും സൗഹൃദങ്ങളും സ്നേഹങ്ങളുമായെങ്കിലും തങ്ങളുടെ കരളിൻ്റെ കഷ്ടമായ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും 2-3 പേരും മദീനയിലാണ്. എന്തവർക്ക് സംഭവിക്കും? അവരൊന്ന് എത്തിക്കിട്ടണേ, അവരൊന്ന് മദീനയിൽ അണയണേ, അവരെ ഒന്ന് കണ്ടു പുളകണമേ എന്നാഗ്രഹിച്ച മദീനക്കാർ കാത്തിരിക്കുകയാണ്. അവരുടെ സങ്കടത്തിൻ്റെ വലിപ്പത്തെ നിർവചിക്കാനാവില്ല. നബി തങ്ങളെ കാണാത്തൊരു ദിവസം അവരുടെ ജീവിതത്തിൻ്റെ വേദന നിറഞ്ഞ ശിക്ഷാദിനമാണ്. അവർ പ്രാർത്ഥനയിലും ആഗ്രഹത്തിലും അതോടൊപ്പം ഭയത്തിലും അവരങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. അതോടൊപ്പം മക്കയിൽ ഒരു വലിയ ഗൂഢാലോചന നടക്കുകയാണ്. പോകേണ്ടവരൊക്കെ മദീനയിലേക്ക് പോയാലും അതിൻ്റെ നേതാവ് മക്കയിലുണ്ട്. ആ നേതാവിനെ അങ്ങ് ശരിയാക്കി കളഞ്ഞാൽ പിന്നെന്ത് പേടിക്കാനാ? ഇതിനിടയിൽ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചിട്ട് പറഞ്ഞു, നബിയെ, ഞാനും മദീനയിലേക്ക് ഹിജ്റ പോയാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലാ റിസ്ലിക് ഫഇന്നി അർജു അൻ യുഅ്ദന ലി. ഒന്നുകൂടെ വെയിറ്റ് ചെയ്യൂ അബൂബക്കർ, എനിക്കും സമ്മതം ലഭിക്കും, അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള സമ്മതം ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഹൽ തർജു ദാലിക ബി അബി അൻത വ ഉമ്മി. അങ്ങനെ ഉണ്ടാകുമോ അള്ളാഹിൻ്റെ റസൂലെ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പിൻഗാമിയും അങ്ങയുടെ രാജ്യവുമായ മക്കയിൽ നിന്ന് അങ്ങും പോകുമെന്നോ? ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അള്ളാഹിൻ്റെ റസൂൽ മക്ക വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകുമെന്നത്.
മക്കയിലെ രാജകുടുംബത്തിലെ രാജകുമാരനാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നൂറ്റാണ്ടുകളായി കാബയുടെ കാവൽക്കാരാണ് ഖുറൈശികളും ഹാഷിം വംശവും. അബ്ദുൽ മുത്തലിബും. ആ അബ്ദുൽ മുത്തലിബാണ് അവസാനത്തെ രാജാവ്. അദ്ദേഹത്തിൻ്റെ ശേഷം ഒരു പേരക്കുട്ടിയാണ് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വന്തം മക്ക വിട്ട് മദീനയിലേക്ക് പോകുമെന്നോ? ഇതറിഞ്ഞിരുന്നെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു സമ്മതം ചോദിക്കാൻ വരില്ലായിരുന്നു. അത്ഭുതപ്പെട്ടുകൊണ്ട് പറഞ്ഞു, വഹൽ തർജു ദാലിക ബി അബി അൻത വ ഉമ്മി, എൻ്റെ ഉപ്പയും ഉമ്മയും അങ്ങേക്ക് സംഭാവന. അങ്ങക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ? അതെ, എനിക്ക് പ്രതീക്ഷയുണ്ട്. എന്നാൽ ഞാൻ പോകുന്നില്ല. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് തിരിച്ചു പോയി. എന്നാൽ പിന്നെ നബി തങ്ങൾ അങ്ങനെ ഒരു പ്രതീക്ഷ വെക്കുന്നുണ്ടെങ്കിൽ ആ പ്രതീക്ഷ അള്ളാഹു പുലർത്തുമെന്നതിൽ സംശയമില്ലല്ലോ. വലസൗഫിയത്തീക റബ്ബുക ഫത്തർള, നബിയെ തങ്ങൾക്ക് നാം നൽകും, ആവോളം തൃപ്തിരുവോളം നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തു വന്നല്ലേ. അദ്ദേഹത്തിൻ്റെ യാത്രാസജ്ജമായ യാത്രക്ക് പറ്റുന്ന ഒട്ടകങ്ങളിൽ ഏറ്റവും മുന്തിയ 2 ഒട്ടകങ്ങൾക്ക് പരിചരണം നൽകിയും പുല്ല് നൽകിയും പരിചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മദീനയിലേക്ക് പോകാനുള്ള 2 വാഹനങ്ങളെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരുക്കുകയാണ്. 4 മാസം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, 4 മാസം അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന് സമ്മതം കിട്ടുമെന്നറിയില്ല. സമ്മതം കിട്ടുന്ന സ്പോട്ടിൽ പോകേണ്ടി വരും. അതെപ്പോഴാണെന്നറിയില്ല. അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പോവുക എന്ന് പറയുന്ന സമയത്ത് മാത്രമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പോകുന്നത്. അതുവരെ ഏത് നിമിഷവും പുറപ്പെടാനുള്ള തയ്യാറെടുപ്പോടുകൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കാത്തിരിക്കുകയാണ്. ഇതിനിടയിൽ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മദീനയിൽ ലഭിച്ചിരിക്കുന്ന ഒരു സ്വീകാര്യതയും, മദീനക്കാർ ഒരു വലിയ സൈനിക ശക്തിയായി മക്കക്കാരിൽ നിന്ന് ഹിജറ വന്ന ആരോടൊപ്പം ഒരു സൈനിക ശക്തിയായി തന്നെ വളരുകയാണ് എന്ന ഒരറിവും അവർക്ക് ലഭിക്കുകയാണ്. കാരണം മുസ്ലിമീങ്ങളൊക്കെ പോയി, എല്ലാവരും അവിടെ എത്തിച്ചേർന്നു. അവിടെ വലിയ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു. ജമാഅത്തും ജുമായും ഒക്കെ രൂപപ്പെട്ടിരിക്കുകയാണ്. നബിത്തങ്ങൾ പോകരുത്, നേതാവ് അവിടെ എത്തിയാൽ ഇനിയൊരു യുദ്ധം ഉണ്ടാകുമെന്നവർ തീരുമാനിക്കുകയാണ്. അവർ അതിനു വേണ്ടി ഒരു യോഗം വിളിക്കുകയാണ് ദാറുന്നദവയിലെ യോഗത്തിൽ വളരെ ശക്തമായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും മക്കയിലെ നേതാക്കന്മാർ അവതരിപ്പിക്കുകയാണ്. മുഹമ്മദിന് ഇനി എന്ത് ചെയ്യണം? അബൂജാഹിലിൻ്റെ നേതൃത്വത്തിൽ കൂടിയ ആ യോഗത്തിലെ തീരുമാനം നടപ്പാക്കും. എന്തായിരുന്നു?